ഹായ് നമസ്കാരം. ബംഗ്ലാദേശിൽ സർക്കാരിനെതിരായ പ്രക്ഷോഭം കടുത്തതോടെ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് ഷെയ്ഖ് ഹസീന. പ്രധാനമന്ത്രി പദം രാജിവെച്ചതിന് പിന്നാലെ തലസ്ഥാനമായ നഗരമായ ധാക്കയിൽ നിന്ന് ഹെലികോപ്റ്ററിൽ വഴി ഹസീന പറന്നിരുന്നു. ഇന്ത്യയിൽ അഭയം പ്രാപിച്ചെന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. പ്രക്ഷോഭം കടുത്തതോടെ 45 മിനിറ്റിനുള്ളിൽ ഷെയ്ഖ് ഹസീനയോട് രാജിവെക്കാൻ സൈന്യം ആവശ്യപ്പെട്ടതായി റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. പിന്നാലെയാണ് രാജി. പ്രതിഷേധക്കാർ പ്രധാനമന്ത്രിയുടെ വസതി കയ്യേറുന്ന വീഡിയോ ദൃശ്യങ്ങൾ ബംഗ്ലാദേശ് മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ജൂൺ മുതലാണ് ബംഗ്ലാദേശിൽ പ്രക്ഷോഭം അരങ്ങേറിയത്. മരണം 250-ലേറെ കവിഞ്ഞു. പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധക്കാരും ഭരണകക്ഷിയായ അവാമി ലീഗ് അനുഭാവികളും തമ്മിൽ ഇന്നലെ രാജ്യവ്യാപകമായുണ്ടായ ഏറ്റുമുട്ടലിൽ 14 പോലീസുകാർ ഉൾപ്പെടെ 70-ലേറെ പേർ കൊല്ലപ്പെട്ടിരുന്നു. പ്രക്ഷോഭത്തെ തുടർന്ന് സർക്കാർ ജോലികളിലെ സംവരണ കോട്ട നാമമാത്രമാക്കി സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു. ഇത് താൽക്കാലികമായി പ്രതിഷേധം തണുപ്പിച്ചിരുന്നു. എന്നാൽ സർക്കാരിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രഖ്യാപിച്ച നിസ്സഹകരണ പ്രക്ഷോഭത്തിന്റെ ആദ്യ ദിവസമായ ഇന്നലെ രാവിലെ പ്രതിഷേധക്കാരും ഭരണകക്ഷിയായ അവാമി ലീഗ്, ഛത്ര ലീഗ്, ജൂബോ ലീഗ് സംഘടനകളുടെ പ്രവർത്തകരും തമ്മിലാണ് സംഘർഷമുണ്ടായത്. പോലീസ് കണ്ണീർവാതകം, സ്റ്റൺ ഗ്രനേഡുകളും ഉപയോഗിച്ചു. രാജ്യത്ത് കർഫ്യൂ പ്രഖ്യാപിച്ചു. ഇന്നു മുതൽ ബുധനാഴ്ച വരെ അവധിയും പ്രഖ്യാപിച്ചു. കോടതികൾ അനിശ്ചിത കാലത്തേക്ക് അടച്ചു. ഫേസ്ബുക്കും വാട്സപ്പും ഉൾപ്പെടെ എല്ലാ സാമൂഹ്യ മാധ്യമങ്ങളും വിലക്കി. മൊബൈൽ ഇന്റർനെറ്റും വിച്ഛേദിച്ചു. സർക്കാർ ജോലികൾക്കുള്ള സംവരണം നിർത്തലാക്കണമെന്ന് ആവശ്യപ്പെട്ട് 1 മാസത്തിലേറെയായി ബംഗ്ലാദേശിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധത്തിലാണ്. 1971-ലെ ബംഗ്ലാദേശ് വിമോചന സമരത്തിൽ പങ്കെടുത്തവരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ജോലികളിൽ 1972 മുതൽ നൽകിയിരുന്ന 30% സംവരണം 2018-ൽ പ്രക്ഷോഭത്തെ തുടർന്ന് സർക്കാർ നിർത്തലാക്കിയിരുന്നു. ജൂണിൽ ബംഗ്ലാദേശ് സുപ്രീം കോടതി സംവരണം പുനഃസ്ഥാപിച്ചതോടെ പ്രധാനമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പ്രക്ഷോഭം തുടങ്ങി. തുടർന്ന് കഴിഞ്ഞ മാസം സുപ്രീം കോടതി ഈ സംവരണം 5%-മായും മൊത്തം സംവരണം 7%-മായും കുറച്ചിരുന്നു. കോടതി വിധി അംഗീകരിച്ച് സർക്കാർ ഉത്തരവ് വരുന്നതുവരെ പ്രക്ഷോഭം തുടരുമെന്ന് പ്രതിഷേധക്കാർ പ്രഖ്യാപിച്ചിരുന്നു.